ഹായ് ഗായ്സ്, വെൽക്കം ടു ബിനീസ് കിച്ചൺ. ഞാനിന്നിവിടെ പംകിനും പൊട്ടറ്റോയും കൂടി ചേർത്ത് ഒരു സബ്ജി ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് വേണ്ടി ഞാൻ ഒരു ചെറിയ കഷ്ണം പംകിൻ എടുത്തിട്ടുണ്ട്, ഒരു 3 പൊട്ടറ്റോയും കൂടി എടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ വെള്ളുള്ളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു തക്കാളിപ്പഴം എടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ പൊട്ടറ്റോയും പംകിനും ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പംകിൻ ഒത്തിരി നല്ലതാണ് നമ്മുടെ സ്കിന്നിനൊക്കെ. ഇടയ്ക്കിടയ്ക്ക് പംകിൻ യൂസ് ചെയ്യണം. ഇവിടെ ഞാൻ എണ്ണ ചൂടായി. ഇവിടെ ഞാൻ കടുക്, നല്ല ജീരകം, പെരുംജീരകം കൂടി ഇട്ടൊന്ന് പൊട്ടിക്കുവാണേ. അത് ഞാനകത്ത് കണ്ടിച്ച് വെച്ച ഉള്ളിയെല്ലാം കൂടി വഴറ്റാൻ വേണ്ടി ഇടുവാണേ. വഴറ്റുന്നതിനകത്തോട്ട് തന്നെ ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്തു. ഇതിനകത്തോട്ട് തന്നെ ഞാൻ കുറച്ച് കരിയാപ്പില ചേർത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് തന്നെ ഞാൻ മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ആഡ് ചെയ്തു. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഞാനിവിടെ ഇതെല്ലാം ഒന്ന് ചൂടാക്കി അതിനകത്തോട്ട് തന്നെ തക്കാളി ആഡ് ചെയ്യുവാണേ. അതുകൂടി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ആ പച്ച ചൊവയൊന്ന് മാറാൻ വേണ്ടിയാണ് ഇളക്കുന്നത്. ഇനി നമുക്കിതിനകത്ത് കട്ട് ചെയ്ത് വെച്ച പംകിനും പൊട്ടറ്റോയും കൂടി അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഞാനിതൊന്ന് വഴറ്റുവാണ്. അതിനകത്ത് ഇച്ചിരി ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് വഴറ്റാം. എന്നിട്ട് ഇതിനകത്ത് ആവശ്യത്തിനുള്ള വെള്ളം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാമേ. ഇനി ഇതൊന്ന് വേഗം അടച്ച് വെച്ച് വേവിക്കാം. ഇടയ്ക്കിടയ്ക്ക് നമ്മളിത് ഇളക്കി കൊടുക്കണേ. ചപ്പാത്തിക്കൊക്കെ അടിപൊളിയാണ്. അങ്ങനെ നമ്മുടെ പംകിൻ പൊട്ടാറ്റോ സബ്ജി റെഡി ആയിട്ടുണ്ട്. നോക്കിയിട്ട് പറയാം എങ്ങനെ ഉണ്ടെന്നേ. സൂപ്പർ. നമ്മുടെ സോഫ്റ്റ് ചപ്പാത്തിയും പംകിൻ പൊട്ടാറ്റോ സബ്ജി അടിപൊളി. Thanks for watching my video. Please like, share and subscribe my channel. Thank you.